ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്കയുടെ ഒരു ഡിഷ് കണ്ടാലോ? മുട്ടയൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ എന്നും സെയിം രീതിയിലൊക്കെ അല്ലേ വെണ്ടയ്ക്ക ഫ്രൈ, വെണ്ടയ്ക്ക മസാല, അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റായിട്ട് എന്നാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. വെണ്ടയ്ക്ക മിക്ക കുട്ടികൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. നമുക്ക് നോക്കിയാലോ? അപ്പോൾ ആദ്യം നമ്മൾ വെണ്ടയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും. അതിന് ശേഷം നമ്മൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ നല്ല മെഴുക്ക് പുരട്ടിക്കൊക്കെ ആവുന്ന അത്രയും വേണ്ട, എങ്കിലും ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കുക. ഇത് അടച്ചു വെച്ചോ തുറന്ന് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുക. ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതിലാക്കി തന്നെ മുട്ട ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് മുട്ട ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. മുട്ട സ്ക്രാമ്പിൾ നിങ്ങൾ സെപ്പറേറ്റ് വേറൊരു പാനിലാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി വലിയ പീസസ് ആയിട്ട് കിടക്കും. ഇതാകുമ്പം ചെറിയതായിട്ടേ ഉള്ളൂ, മുട്ട അതുമായിട്ട് നന്നായിട്ട് മിക്സ് ആയി പോകും. അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. തേങ്ങ ഇല്ലെങ്കിൽ വേണ്ട, നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടല്ലോ അതായാലും മതി. അത് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് വറ്റൽ മുളകും കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് ഇതൊന്ന് ഇളക്കി നോക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുക. നമ്മൾ മുട്ടയ്ക്ക് സെപ്പറേറ്റ് ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പം ആദ്യം ഇട്ട ആ ഒരു ഉപ്പ് തന്നെ മതിയായിരുന്നു. അപ്പം നിങ്ങളുടെ ഉപ്പിനനുസരിച്ചിട്ടും പിന്നെ എരിക്കനുസരിച്ചും, ഇപ്പോൾ എരിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കൂടെ നേരത്തെ പറഞ്ഞ പച്ചമുളക് ഇടാം. അതല്ല തേങ്ങയുടെ കൂടെ ചതച്ചപ്പോൾ പച്ചമുളക് ചേർക്കാം. അതല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അല്ലാതെ ചില്ലി ഫ്ലെക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഫ്രഷ് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും വിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ല, മുട്ട നിങ്ങൾക്ക് 2 രീതിയിലും ചേർക്കാം. സെപ്പറേറ്റ് മുട്ട ഒന്ന് ചിക്കിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നാലും മതിയാകും, എങ്ങനെ ആയാലും മതിയാകും. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.